ജീവിതത്തിൻ്റെ ഏതു സാഹചര്യങ്ങളിലും ഏതവസ്ഥയിലും ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കണം. നമ്മുടെ മൂഡ് ശരിയാകുമ്പോൾ, നമ്മുടെ അന്തരീക്ഷം ശരിയാകുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന അല്ലേ ആരാധന. ജീവിതത്തിൻ്റെ ഏതു സാഹചര്യത്തിലും ദൈവത്തിന് മഹത്വം കൊടുക്കാനൊരു ദൈവവൈതലിന് കഴിയണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം. നഷ്ടം വന്നാലും പ്രതിസന്ധി വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും എന്തെല്ലാം വേദനകൾ ജീവിതത്തിന് നേരെ വന്നാലും എൻ്റെ തമ്പുരാൻ അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടി പോലും കൊഴിഞ്ഞു പോകുകയില്ലെന്ന് വിശ്വസിച്ച് ദൈവസന്നിധിയിൽ ആരാധിക്കാൻ ദൈവമക്കൾക്ക് കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മുൾപ്പടർപ്പിൽ മോശയുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ദൈവം പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. അവരുടെ നിലവിളിക്ക് ഭാഷയില്ലായിരുന്നു, അവരുടെ നിലവിളിക്ക് പ്രത്യേക ലിപിയില്ലായിരുന്നു, അവരുടെ നിലവിളിക്ക് പ്രത്യേക ശൈലിയില്ലായിരുന്നു. പകലന്തിയോളം ഈ വെയില് മൊത്തവും കൊണ്ട് സംഭാരനഗരങ്ങൾ പണിയാൻ ഇഷ്ടികച്ചൂളയിൽ അത്യധ്വാനം ചെയ്യുന്ന ഇസ്രായേൽ മക്കൾ, ചരിത്രം പറയുന്നത് അങ്ങനെ പട്ടിണി കൊണ്ടും പരാധീനത കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും വേദന കൊണ്ടും അടിയേറ്റ് ഈ ഇഷ്ടിക കളത്തിലേക്ക്, ഈ ചെളി പുരണ്ട മണ്ണിലേക്ക് വീണുപോയ ആളുകളിൽ അധികം ആളുകളെ ഈ മിസ്രൈമിലെ ഊഴിയ വേലക്കാർ ചവിട്ടി മണ്ണിനകത്ത് താത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്രമാത്രം ഭയാനകമായിരുന്നു. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ഒഴുകിയിറങ്ങുന്ന ഉപ്പുരസമുള്ള വിയർപ്പും ഹൃദയത്തിൽ നിന്ന് പൊടിഞ്ഞു വരുന്ന, കണ്ണിലൂടെ പുറത്തു വരുന്ന കണ്ണുനീരും കൂടെ ചേർത്ത് ഭാഷയില്ലാതെ, ലിപിയില്ലാതെ, യഹൂദന്റെ ഉച്ചാരണ ശൈലികളില്ലാതെ അവന്റെ ഉള്ളുപിടഞ്ഞ് അകന്നീറി മനസ്സ് വേദനിച്ച് ഞരങ്ങുന്ന ഒരു ഞരക്കമുണ്ടല്ലോ, ആ ഞരക്കം സ്വർഗത്തിലെ വലിയവനായ ദൈവം കേട്ടു. വചനം പറയുന്ന എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം, പ്രാർത്ഥന നിമിത്തമെന്നല്ല, എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഞാൻ ഇപ്പോൾ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ ഞാൻ ആദിയിലാക്കും. ഫറവോന് മനസ്സിലാകാത്ത, ഊഴിയ വേലക്കാർക്ക് വിചാരകന്മാർക്ക് മനസ്സിലാകാത്ത, കൂടെ നിൽക്കുന്ന സ്വന്തം ജനത്തിന് മനസ്സിലാകാത്ത, അപ്പനും അമ്മയ്ക്കും മനസ്സിലാകാത്ത, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തോ ഒരു ഭാഷ. അത് ഞരക്കമാണോ, നിലവിളിയാണോ, പരിതാപകരമായ വാക്കുകളാണോ, പിറുപിറുപ്പാണോ, എന്താണെന്ന് ഉള്ളു പിടഞ്ഞ് കണ്ണുനീരായി പുറത്തു വരുന്ന ആ വാക്ക് സ്വർഗത്തിലെ ദൈവം കേട്ട്. പകൽ ഓർത്തോണം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉച്ചാരണമില്ലെങ്കിലും ശൈലി ഇല്ലെങ്കിലും, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള ടോണൊന്നുമില്ലെങ്കിലും, ഇന്ന് പകൽ നമ്മുടെ ഹൃദയം പിടയുന്നത് അറിയുന്ന ഒരു സർവശക്തനായ ദൈവം നീറുമ്പോൾ, മനസ്സൊന്ന് പിടയുമ്പോൾ, ഹൃദയം ഒന്ന് വേദനിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വന്ന്